ഹലോ, വെൽക്കം ടു ഹോം ഗാർഡൻ. കണ്ടോ, ഈ പൂക്കൾ കണ്ടല്ലോ അല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പൂച്ചെടി തന്നെ. ചോരയൊലിക്കുന്ന ഹൃദയപൂക്കൾ അല്ലേ, നല്ല മനോഹരമായ ഒരു പ്ലാന്റ് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു 1.5 വർഷത്തോളമായേ. അപ്പോൾ ഇതിൻ്റെ പൂ കണ്ട് തന്നെ വാങ്ങിച്ചതാണ്. അന്നേരം അവരെൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ ഇപ്പം ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടാണ് ഇതിൻ്റെ ബ്ലീഡിങ് ഹാർട്ട് ഫ്ലവറാണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. എന്തായാലും ചോരയൊലിക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള പൂക്കൾ, അപ്പോൾ അത് കൊള്ളാം. അതിൻ്റെ ഓഫ് വൈറ്റ്, അതിൻ്റെ മുട്ട ആയിരിക്കുമ്പോൾ ഓഫ് വൈറ്റ്, എന്നിട്ട് അതിൻ്റെ ആ ഷേപ്പ് തന്നെ ഹാർട്ട് ഷേപ്പ്. എന്നിട്ട് അതിൽ നിന്ന് ചുവന്നൊരു പൂ ഇങ്ങനെ വെളിയിലോട്ട് വരുന്നു. അല്ലോ, പിങ്ക് കളറാകുന്നു. ആദ്യം ഓഫ് വൈറ്റ്, പിന്നെ പിങ്ക് ആകുന്നു, പിന്നെ അതിൽ നിന്ന് ചുവപ്പ് കളറുള്ള പൂക്കളും വരുന്നു. പിന്നെ ഈ പൂവ് തേനീച്ചകൾ നന്നായിട്ട് ആകർഷിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിവിധതരം ചെടികൾ നിങ്ങളുടെ ഗാർഡനിലുണ്ടെങ്കിൽ ഒരു തേനീച്ചക്കൂട് അവിടെ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തേൻ അതിൽ നിന്ന് കിട്ടും. ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിലുള്ള തേനീച്ച കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള തേൻ കിട്ടും. എന്തായാലും നല്ല മനോഹരമായ പൂക്കളല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഈ പച്ച ഇലകൾക്കിടയിൽ നിന്ന് പല നിറത്തിലുള്ള പൂക്കൾ. എല്ലാ ചെടികളുടെയും ഇലകളുടെ നിറം ഒന്ന് തന്നെ ഏകദേശം, പക്ഷെ അതിൽ നിന്ന് വരുന്ന പൂക്കൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിറത്തിലും വലിപ്പത്തിലും ഭംഗിയിലുമുള്ള അല്ലേ, സുഗന്ധം പരത്തുന്നതും അല്ലാത്തതും ഒക്കെയായ പൂക്കൾ. അങ്ങനെ ഈ പൂക്കളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ, അതന്നെ എൻ്റെ കിളിക്കൂട്ടിൽ നിന്ന് കിളികളുടെ ലവ് ബേർഡ്സിൻ്റെ കരച്ചിൽ കേൾക്കും. എന്നാണോ അവരുടെ അടുത്തേക്കൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ വൈറ്റ് പാമ്പുകൾക്കിടയിലാണ് കിളിക്കൂടി ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്തിരി തീറ്റ കൊടുത്തേക്കാം. ഇത്തിരി തെനയുള്ള പനിക്കൂർക്ക പറിച്ചു കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും വന്ന് കഴിക്കുക. കണ്ടോ, പനിക്കൂർക്കയോ തുളസിയില, തെന, ഇതൊക്കെയാണ് ഇവരുടെ ആഹാരം. ഇവിടെ രണ്ടെണ്ണം പറന്നുപോയി, ഒരെണ്ണം ചത്തുപോയി. ഒരു നല്ല വെള്ളയൊരു കിളി ഉണ്ടായിരുന്നു, അത് പോയി. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ചത്തുപോയി. പിന്നെ ഒരെണ്ണം പറന്നുപോയി. പിന്നെ മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. ഞാനെടുക്കുന്ന വീഡിയോസിലെല്ലാം ഉണ്ടല്ലോ ഇവരുടെ സ്വരം കേൾക്കാം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും ഞാൻ ഒരിക്കലും മ്യൂട്ട് ചെയ്യാറില്ല. കാരണം ഒന്നുകിൽ ഈ ലവ് ബേർഡ്സിൻ്റെ ഇവരുടെ സ്വരമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും പക്ഷികളുടെയൊക്കെ സ്വരമായിരിക്കും. അതുമല്ലെങ്കിൽ പിന്നെ നോക്കിയ, ലൂക്കിയ, ഹിറ്റാച്ചി, ടൈഗു ഇവരുടെയൊക്കെ ആയിരിക്കും സ്വരം കേൾക്കുക. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇത് മ്യൂട്ട് ചെയ്യാറില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള അവസരങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇലക്ഷൻ്റെ ഇത് പോകുന്നത് കൊണ്ട് എപ്പോഴും അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ റെക്കോർഡിങ്സൊക്കെ വളരെ പരിതാപകരമാണ്. പിന്നെ ഈ കിളിക്കൂട്ടിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവരുടെ സ്വരമല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ ഒപ്പം ഇങ്ങനെ അവിടെ നിൽക്കും. അന്നേരം മറ്റുള്ള സ്വരങ്ങളൊക്കെ ഇതിലങ്ങ് ഇല്ലാതായി പോയിക്കോളുമല്ലോ. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.